ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് കണ്ടുമുട്ടിയത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഡെവിൽ കാർഡും അതുപോലെ സ്റ്റാർ കാർഡുമാണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ ഓവറായിട്ട് ആരോടോ വല്ലാതെ അറ്റാച്ച്ഡ് ആണെന്നാണ്. അങ്ങനെയാണ് കാണുന്നത്. ആരെയോ കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ചിന്തകൾ എപ്പോഴും നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു വ്യക്തിയുമായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ടാകാം. ആ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുള്ളത്. ചില സമയങ്ങളിൽ ഈ വ്യക്തിയോട് എന്തിന് ഞാൻ ഇത്രയധികം അറ്റാച്ച്ഡ് ആയി പോയി എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്തിന് ഈ വ്യക്തി എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നത്. ചില സമയങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയായി മാറിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം ലെറ്റ് ഗോ ചെയ്യണം, ഈ വ്യക്തിയെ അവരുടെ ചിന്തകളെയും നിങ്ങളിൽ നിന്നും മാറ്റണം, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എന്തിനാണ് ഞാൻ ഈ ലോകത്ത് ഇത്രയധികം ആളുകളും ഇത്രയധികം കാര്യങ്ങളും ഉണ്ടായിട്ടും എന്തിന് ഞാൻ ഇവരോട് മാത്രം ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഞാൻ എന്തിനാണ് ഇത്രയധികം കെയർ ചെയ്യുന്നത്, ഈ വ്യക്തിയെ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്, ഇങ്ങനെയൊക്കെ ആകാം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ചിന്തകൾ അവരെ കുറിച്ച് വരുന്നത്. ഇതിനുള്ള ക്ലാരിറ്റി ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ മനസ്സിലാകുന്നത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെ അയച്ചിരിക്കുന്നത് അവർക്ക് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ബ്ലെസ്സിങ് ആയിട്ടാണ്. ഓക്കെ, നിങ്ങളെ അയച്ചിരിക്കുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഇവിടെയുള്ള കാർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യൂണിവേഴ്സ് അവർക്ക് നിങ്ങളെ പോലെ കെയറിങ് ആയിട്ടുള്ള, അതുപോലെ മെച്യൂർ ആയിട്ടുള്ള, അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടുള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോടൊപ്പം ആയിരിക്കാനുള്ള ഒരു ചാൻസ് അവർക്ക് യൂണിവേഴ്സ് ഈ ഒരു ജീവിതത്തിൽ നൽകിയതാണ്. എന്നാൽ നിങ്ങളെക്കുറിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണൽ അവൈലബിലിറ്റി, അതുപോലെ തന്നെ അറ്റൻഷൻ, മെച്യൂരിറ്റി, കെയർ ഇതെല്ലാം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. എന്നാൽ ഇതെല്ലാം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളിൽ ഒരു കുറവും ഞാൻ കാണുന്നില്ല. എന്നാൽ ഈ ഒരു വ്യക്തി നിങ്ങളെപ്പോലെ കൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് അവരുടെ ആ ഒരു മാനിഫെസ്റ്റേഷന് നിങ്ങളെ നൽകിക്കൊണ്ട് സാധിച്ചു കൊടുത്തത്. പക്ഷേ അവർക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് ഉണ്ട്. അവരെ കംപ്ലീറ്റ് ആയിട്ട് ഹീലാകുന്നതിന് മുൻപാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. അവരെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ അവർക്ക് അവരെ തന്നെ കൃത്യമായി അറിയില്ല. അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് പോലെ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുമ്പോൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് പോലുള്ള അവസ്ഥ. ചില സമയങ്ങളിൽ അവർക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാകാം. ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ്. നിങ്ങളുടെ കൂടെ ഒരു ജീവിതം വേണം, നിങ്ങളെ മനസ്സിലാക്കണം, നിങ്ങളെ കെയർ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. അവർ നിങ്ങളെപ്പോലെ ഒരാൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ 8 ഓഫ് സോർഡ്സിൽ നിന്നും മനസ്സിലാകുന്നത്, പക്ഷെ അവർക്ക് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും, നിങ്ങളെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇവിടെ ഡെവിൽ കാർഡ് കാണിക്കുന്നത് ഒരു തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് എനർജിയാണ്. മാനിപ്പുലേറ്റീവ് എനർജി എന്ന് പറയുന്നത് നല്ലതല്ല. ഇതൊരു പക്ഷേ അവരുടെ ചുറ്റും നിൽക്കുന്ന, അവർ ജീവിതത്തിൽ വിജയിക്കുന്നതോ അല്ലെങ്കിൽ സന്തോഷിക്കുന്നതോ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാകാം. എനിക്ക് മറ്റൊരു കാര്യം തോന്നുന്നത്, നിങ്ങളിൽ ചിലർക്ക് ഈ വ്യക്തിയുടെ പാസ്റ്റ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുമായിരിക്കാം. അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആകാം. അതായത് ആ വ്യക്തിയിൽ നിന്നും അവർ പോയി കാണാം, അല്ലെങ്കിൽ ഇവരിൽ നിന്നും ആ വ്യക്തി പോയി കാണാം. അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഒരു പക ഉള്ളതായി എനിക്ക് തോന്നുന്നു.
അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകരുത് എന്ന് അവര് സ്വയം പറഞ്ഞിട്ടുണ്ടാകാം. അതായത് ചിലപ്പോഴൊക്കെ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം തോന്നാറുണ്ട്. അത് സ്വാഭാവികമാണ്. ആ ഒരു സമയത്ത് അവർ വിചാരിക്കുന്നത് മറ്റേയാൾക്ക് നല്ല കാര്യങ്ങൾ വരരുത് എന്നാണ്, അല്ലെങ്കിൽ അവരെക്കാൾ നല്ലത് വരരുത് എന്ന് പലപ്പോഴും ആ ദേഷ്യത്തിന്റെ പുറത്ത് ചിന്തിക്കാറുണ്ട്. ഈ ചിന്തകൾ പലപ്പോഴും സത്യമാകാം. യൂണിവേഴ്സിലോട്ട് നിങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ എപ്പോൾ പറഞ്ഞു എന്നതിനെ ആശ്രയിച്ച് അത് നടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരാള് നിങ്ങളുടെ പേഴ്സണ് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരു ഇവിലൈ നിങ്ങളുടെ വ്യക്തിയിലേക്ക് ഇട്ടതുപോലെ, ഇത് നിങ്ങളുടെ വ്യക്തിയിൽ സ്റ്റക്കായി കിടക്കുന്നത് പോലെ. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെപ്പോലെ ഒരാളെ വേണമെന്ന് ആഗ്രഹിച്ച് നേടിയെടുത്തിട്ട് പോലും നിങ്ങളുമായി നല്ല രീതിയിൽ പോകാൻ കഴിയാത്തത്. ഈ ഒരു മാനിപ്പുലേറ്റീവ് എനർജിയുടെ എഫക്റ്റ് ആണ്. നിങ്ങൾ ഈ വ്യക്തിയെ കാണാനുള്ളതിനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയെ അവർ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ്. അവരുടെ പാസ്റ്റില് ഒരുപാട് കാർമിക് ഇൻജസ്റ്റിസിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഈ ഒരു കാർമിക് ഇൻജസ്റ്റിസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് സത്യസന്ധമായ സ്നേഹം അല്ലെങ്കിൽ കെയർ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചാൻസ് നിങ്ങളെ കൊടുക്കുന്നത് വഴി അവർക്ക് കൊടുത്തത്. എന്നാൽ ഒരുപാട് മാനിപ്പുലേറ്റീവ് എനർജിയുടെ കൂമ്പാരം അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഹീൽ ആയില്ല. ഈ ഒരു സിറ്റുവേഷനിലാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാല് ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ഇവിലൈ ഒരു വ്യക്തിയിൽ പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹീലാകാൻ സാധിക്കില്ല. കാരണം ബ്ലാക്ക് മാജിക് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും. ഇവിലൈ ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കും. പലർക്കും അറിയില്ല ഇതിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കണമെന്ന് അല്ലെങ്കിൽ ഹീലാകണമെന്ന്. അവരുടെ കണ്ണ് മൂടി കെട്ടിയതുപോലെ ആയിരിക്കും. അവർക്ക് കൃത്യമായിട്ട് ഒന്നും കാണാൻ സാധിക്കില്ല. അവർക്ക് അവരെ തന്നെ കാണാൻ പറ്റില്ല, മറ്റുള്ളവരെ കാണാൻ സാധിക്കില്ല. അവർക്ക് പല സാഹചര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കില്ല. ഈ ഒരു പേഴ്സൺ കൃത്യമായി ഹീൽ ആയിട്ടില്ലാത്തതിന് കാരണം ഈ ഒരു മാനിപ്പുലേറ്റീവ് എനർജി തന്നെയാണ്. അത് അവരിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണു തുറന്ന് പ്രോപ്പറായിട്ട് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള സ്നേഹമോ അല്ലെങ്കിൽ കെയറോ ബഹുമാനമോ ഒന്നും നിങ്ങൾക്ക് തരാൻ അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ആകാനും സാധിക്കുന്നില്ല. അവർക്ക് ഈ മാനിപ്പുലേറ്റീവ് എനർജി കാരണം അതിനൊന്നും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് കപ്സിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അവര് മറ്റു പല കാര്യങ്ങളിലാണ് അവരുടെ കണ്ണുകൾ പോകുന്നത് അല്ലെങ്കിൽ അവര് നോക്കുന്നത്. ഇപ്പോൾ അത് ഈ മാനിപ്പുലേറ്റീവ് എനർജി കാരണം തന്നെയാണ്. ഒരു തരത്തിലുള്ള അവരുടെ ചിന്തകളെ അവര് പോലും അറിയാതെ അട്ടിമറിക്കുന്ന ഒരു രീതി. എന്നാൽ യഥാർത്ഥത്തില് ചില സമയങ്ങളിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് കൃത്യമായ കാര്യങ്ങൾ കാണാനും സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ ഫോൾട്ട് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാതെ ഇരിക്കുക. നിങ്ങൾ ഒരു നല്ല വ്യക്തി അല്ല എന്ന് ചിന്തിക്കാതെ ഇരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. ഈ വ്യക്തിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം ഈ ഒരു മാനിപ്പുലേറ്റീവ് എനർജി തന്നെയാണ്, അല്ലാതെ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ആരെങ്കിലും ഒരു വ്യക്തിയുടെ മേല് മാജിക് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ചില സമയങ്ങളിൽ അവർ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും കാണില്ല. അവർ ആരാണെന്നോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നെന്നോ അവർ എങ്ങനെയാണ് പെരുമാറുന്നതെന്നോ ഒന്നും അവർക്ക് അറിയില്ലായിരിക്കും. ഈവൻ അവർക്ക് എന്ത് വേണം എന്ന് പോലും അവർക്ക് അറിയില്ലായിരിക്കും. അവരൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ
അവരുടെ ഉള്ളില് നിങ്ങളെ പോലെ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ പോലെ ഒരു വ്യക്തിയെ അവർക്ക് നൽകിയതെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഇത് തന്നെയാണ്. അതാണ് സത്യം. ഇവിടെ ഹെർമിറ്റ് കാർഡ് കൺഫേം ചെയ്യുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് അവർക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ്. ഈ ഒരു പേഴ്സൺ ഹെർമിറ്റിനെ പോലെയാണ്. അവർ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയില്ല. അവരുടെ ഈ പൊട്ടിത്തെറിച്ചുള്ള ചില സമയത്തെ പെരുമാറ്റം, അവർക്ക് നല്ലതല്ലാത്ത വ്യക്തികളുമായി സമയം ചിലവഴിക്കുന്നതൊക്കെ അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ അവരുടെ മുൻപിൽ എന്തുണ്ടെന്ന് നോക്കാതെ ഇതെല്ലാം ചെയ്യുന്നത്. അതായത് അവർക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹങ്ങൾ കാണാതെ അവർ മറ്റത് പലതിനും വേണ്ടി നോക്കുന്നത്. അവരുടെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു എനർജി കാരണം കാഴ്ച നശിച്ച ഒരു വ്യക്തിയെ പോലെ അവർ പെരുമാറുന്നത്. അതൊന്നും നിങ്ങളുടെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറവ് കൊണ്ടോ അല്ല. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ കാര്യം നോക്കാതെ അവരുടെ പിന്നാലെ നിങ്ങൾ ഓടിക്കൊണ്ട് ഇരുന്നാല് കാര്യങ്ങള് കൂടുതൽ വഷളാവുക മാത്രമേ ഉള്ളൂ. അവര് നിങ്ങളെ വേദനിപ്പിച്ചേക്കാം, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഒരുപാട് മെസ്സേജ് അയച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പുറകെ ഇങ്ങനെ ചേസ് ചെയ്തത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എനർജിയെ നിങ്ങളിലേക്ക് തന്നെ വെക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആകേണ്ടതുണ്ട്, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആകേണ്ടതുണ്ട്. നിങ്ങളെ തന്നെ കെയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ സ്നേഹിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ തന്നെ ഇപ്പോൾ ആയിരിക്കണം. നിങ്ങളുടെ പവർ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണം. നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അവരെ അവരുടെ ബോധത്തിലേക്ക് വരാനായിട്ട് സമയം കൊടുത്ത് അനുവദിക്കുക. അതിനുള്ള ഒരു സമയം അവർക്ക് നൽകുക. അവർ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സമയം നൽകുക. നിങ്ങൾ കൂടുതൽ അവൈലബിൾ ആകാതെ ഇരിക്കുമ്പോൾ അവർ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കും. നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഒക്കെ അവർക്ക് തോന്നും. അവർ എന്ത് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കും. അവര് നിങ്ങളുടെ എനർജിയെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ അവരെ ഫോഴ്സ് ചെയ്യാതെ ഇരിക്കുക. അവരെ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കുക. അവർ എങ്ങനെയായിരുന്നോ അവരെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കും. അതുപോലെ അവരുടെ പല കുറവുകളും അവരുടെ പല സാഹചര്യങ്ങളും മനസ്സിലാക്കി കൂടെ നിന്ന വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത് അവർ മനസ്സിലാക്കും. അവരിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുൻഗണന കൊടുത്ത് നിങ്ങളിപ്പോൾ പോകേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയില്ലാതെ എത്രത്തോളം ഓക്കെ ആവുന്നോ, നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഗോൾസിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിനും പ്രയോറിറ്റി കൊടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ എനർജി അവരിൽ നിന്നും എടുക്കുകയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ എനർജിയുടെ ആ ഒരു കുറവ് അവരിൽ മനസ്സിലാകും. നിങ്ങൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ നിന്നും ആബ്സെന്റ് ആകുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നും. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ കൂടെയുള്ള ആ ഒരു നെഗറ്റീവ് എനർജി പോകുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്യുക. ആ ഒരു നെഗറ്റീവ് എനർജി അവരുടെ കൂടെ ഉള്ളത് പോകുമ്പോൾ നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് മനസ്സിലാകുകയും അവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യും. അവര് നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. അല്ലാതെ നിങ്ങളുടെ എനർജി കൊണ്ട് അവരെ ഇപ്പോൾ സഫോക്കേറ്റ് ചെയ്യിപ്പിക്കാതെ ഇരിക്കുക. അവര് മനസ്സിലാക്കുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും റെസ്പെക്ട് ചെയ്യും. സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.